നമുക്ക് ഇതിനു മുൻപ് മഹാമാരികളായ കോവിഡിനെയും നിപ്പയെയും നേരിട്ട പരിചയമുണ്ട്. അത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പടരുന്ന രോഗമാണ്. കോവിഡ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നു. ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് മാപ്പ് വരെ തയ്യാറാക്കി അതിന് പിന്നാലെ പായുന്നുണ്ട്, ജാഗ്രത സ്വീകരിക്കുന്നുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് 2നും 3നും ഇടയിലുള്ള രോഗമാണ് കോവിഡ്. പക്ഷെ നോക്കൂ, 95-ന് മുകളിൽ അല്ലെങ്കിൽ 97-ഓ 98-ഓ ഒക്കെ മോർട്ടാലിറ്റി റേറ്റുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം, അതിന് നമ്മൾക്ക് മാർഗനിർദ്ദേശങ്ങളായിട്ടില്ല. അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. പഠനം നടത്തും ഇക്കാര്യത്തിൽ എന്നത് ആരോഗ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പടരുന്ന രോഗമല്ല, അങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗമല്ല എന്നതുകൊണ്ട് ഇതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവങ്ങൾ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ? ഇതിപ്പോ നേരത്തെ ഡോക്ടർ രാജീവും അരുണൊക്കെ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. നമുക്ക് ഈ രോഗം പരിചയമുള്ള രോഗമല്ല, ലോകത്ത് തന്നെ അപൂർവമായ ഒരു രോഗമാണ്. ഈ പറഞ്ഞ പോലെ 500-നും 1000-നും ഇടയ്ക്ക് കേസുകൾ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ലോകരാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. തുടങ്ങിയ ഓസ്ട്രേലിയയിലും പിന്നീട് വന്ന രാജ്യങ്ങളിലുമൊക്കെ അങ്ങനെ അത് ആവർത്തിച്ച് കാണുന്നുമില്ല. അപ്പം നമുക്ക് അപരിചിതമായ രോഗമായിരുന്നു, പുസ്തകങ്ങളിലൊക്കെ നമ്മളും വായിച്ചിട്ടുള്ളൂ. ഈ രോഗം ഇതുവരെ വളരെ കുറച്ച് രോഗം മാത്രം ലോകത്തുണ്ടായിട്ടുള്ള ഏതാണ്ട് 100% പേരും, 95 എന്ന് പറയുമ്പോൾ ഒരാൾക്കാണ് അസുഖം വരുന്നത്, 95-ഇല്ലല്ലോ, 100 തന്നെയാണ് മരിച്ചു പോവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ രോഗം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തതിനകത്തുള്ള ചില പിശകുകളുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഇത് ആരുടെയും മന്ത്രിസഭയുടെയോ ഒന്നും കുഴപ്പം കൊണ്ടല്ല ഈ അസുഖം വരുന്നത്. പക്ഷേ ഈ അസുഖം വരുമ്പോൾ നമ്മൾ പല തലങ്ങളിൽ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെൻറ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻ ഉണ്ടാക്കുക, പിന്നെ ഗവേഷണത്തിന് സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ പൊതുവെ, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്, ഈ ഡേറ്റ ഒളിപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. പലപ്പോഴും കേസ് കൺഫർമേഷൻ രോഗിയോട് ഡോക്ടർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയാൽ മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത കാലത്തൊരു ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യുന്നൊരു കേസൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരിടത്ത് പറയുന്ന രോഗമാണെന്ന് രോഗമല്ലെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ച് സുതാര്യത വരികയും ആരോഗ്യവകുപ്പിനും ഡോക്ടർമാർക്കും ഒക്കെ അത് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. പരിശോധിക്കുന്ന ഡോക്ടർക്ക്, ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വരണം. അപ്പോൾ ഈ കേസുകളുടെ എണ്ണം കൂടിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ഈ വിവരങ്ങൾ കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണത്. അതിൻ്റെ കുറേ നാണക്കേട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് ഇതിനകത്തൊരു സുതാര്യതയും വേണം, ആരോഗ്യ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, പിന്നെ ഈ നിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയും വേണം. ഗവേഷണത്തിന് നിർബന്ധമായിട്ട് ഇടപെടണം. നമ്മൾ ഗവേഷണം നടത്തുന്നതിനകത്ത് അങ്ങനെ നാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചില രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിരിക്കും, അതിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ മഴ കൂടുതലായതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും. അത് നമ്മൾ രാജസ്ഥാനുമായിട്ട് കമ്പയർ നമ്മൾ നാണം കണ്ട കാര്യമില്ല. രാജസ്ഥാനിൽ മഴയില്ല, അപൂർവമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മഴയുള്ളത് വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി പഠനം നടത്താൻ നമ്മൾ ക്ഷീണിക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ടും നമുക്കൊരുപാട് ജലാശയങ്ങളുള്ളതുകൊണ്ടും ഈ ജലം വഴി ഉണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്, പല രോഗങ്ങളും. അപ്പോൾ അതുമാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നമ്മുടെ കുടിവെള്ളത്തിനൊക്കെ ആശ്രയിക്കുന്ന ജലവും അതെല്ലാം മലിനമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ മനുഷ്യൻ്റെ ഉച്ഛിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മലം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് അയൽ സംസ്ഥാനങ്ങളെക്കാൾ പോലും പിന്നിലാണ്. അതിൻ്റെ സംസ്കരണ ശേഷി നമുക്ക് കുറവാണ്. പിന്നെ ജലാശയങ്ങൾ ഒരുപാടുണ്ട്, പരസ്പരം കണക്റ്റഡ് ആണ്, പിന്നെ ജനസാന്ദ്രത കൂടുതലാണ്. ഇതെല്ലാം കാരണം നമുക്ക് നമ്മൾ കുടിവെള്ളം മലിനമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് തെളിവാണ് കഴിഞ്ഞ വർഷം തന്നെ 30,000 ഹെപ്പറ്റൈറ്റിസ് എ ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരുപാട് മരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയുന്ന ജനസാന്ദ്രത അല്ലെങ്കിൽ വെള്ളം പരസ്പരം കലരുന്നത്, ഇതൊക്കെ കൂടെ ചിലപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. അത് എല്ലായിടത്തും ഉണ്ടാകും കാലാവസ്ഥ വ്യതിയാനങ്ങൾ. പക്ഷേ കേരളത്തിനെ പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ആരോഗ്യവകുപ്പും ഡോക്ടർമാരും മാത്രം വിചാരിച്ച് നടത്താൻ പറ്റുന്ന പഠനവുമല്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളും ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അംഗീകരിക്കണം. അപ്പോൾ ഗവൺമെൻറ് അത് വേണം. ഈ ഒരു മിഥ്യാഭിമാനം പാടില്ല. നമുക്കൊരു അസുഖം വരുന്നത് അതിൻ്റെ പേരിൽ ആരും മന്ത്രിസഭ കുറ്റം പറയുന്നതും ഇല്ല. പക്ഷെ അത് ഒളിക്കുമ്പോഴും അതിന് വേണ്ട നടപടിയെടുക്കാതെ വരുമ്പോഴുമാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ
കേരളത്തിൽ പെട്ടെന്ന് ഇങ്ങനെ രോഗം വന്നത് കൂടാതെ മരണശതമാനം 30 ഉള്ളൂ. അപ്പോൾ അതൊരു അനുകൂല ഘടകമാണ്. അപ്പം മരണശതമാനം കുറയുന്ന എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അനുകൂലമാക്കി എടുക്കുകയും വേണം. ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നില്ല ചർച്ചകൾ. ഇപ്പോൾ മരണം വരുമ്പോഴത്തേക്ക് അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം നമ്മൾ കൂടുതൽ പരിശോധിച്ചുകൊണ്ടാണോ അതൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ശതമാനം കുറവാണ്, 30% മരണമുള്ളെന്ന് പറയുമ്പോൾ മരിക്കുന്നവൻ്റെ വീട്ടിലെ 100% മരണമാണ്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ, അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരണം ആ വീട്ടിൽ 100%. അപ്പോൾ 30 ഉള്ളെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറവാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായ വീട്ടിലും പൂർണ്ണമല്ല ആ മരണം. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് റോള് അത് ചെയ്യണം. പിന്നെ ഈ ആരോഗ്യവകുപ്പിനെ പറ്റി പറയുമ്പോൾ, ഈ ശുചീകരണം ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വമല്ല. അതിന് വേറെ വകുപ്പുകളുണ്ട്. കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ അതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ അവനവൻ്റെ വീട് വേണമെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാൻ അതിനും ആരോഗ്യവകുപ്പിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് 5000 ജനസംഖ്യയ്ക്ക് 2 ആരോഗ്യ പ്രവർത്തകരുള്ളൊരു സംസ്ഥാനമാണ്, രാജ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം കിണറിൻ്റെയൊക്കെ ശുചീകരണത്തിൽ ശ്രദ്ധ വേണം. ഇതിൽ പഞ്ചായത്ത് കുളങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ ശുചീകരിക്കാനായിട്ട് പഞ്ചായത്തുകൾക്ക്, ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടർമാർക്ക് ഈ അസുഖം വരുന്നതിന് ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ പ്രതിരോധ മാർഗ്ഗങ്ങൾ, പിന്നെ ഞങ്ങളൊക്കെ പറയുന്നത് പോലെ പരിചയമില്ലാത്ത കുളത്തിൽ കുളിക്കരുത്, അത്തരം കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും പക്ഷേ ഡോക്ടർമാരുടെ ഈ കേസ് എത്തുന്നത് അസുഖം വന്നതിന് ശേഷമാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല വിദഗ്ധ ചികിത്സ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാം അടങ്ങിയ ആരോഗ്യ പ്രവർത്തകർക്കുണ്ട്. അത് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ 30% മരണമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാർ മികച്ച ഡോക്ടർമാരാണ്. അത് ലോകത്തിൻ്റെ എല്ലായിടത്തും മികച്ച ഡോക്ടർമാരായിട്ട് പോകുന്നത് കേരളത്തിലുള്ളവരും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അത് ഭേദപ്പെട്ട രീതിയിലാണ്. പിന്നെ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കിപ്പോൾ ഗവൺമെൻറ്റും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ വിചാരിച്ചാൽ പോലും എല്ലാ കാര്യവും പരിഹരിക്കാൻ പറ്റില്ല. നമുക്ക് ജനങ്ങൾക്ക് അറിവ് കൊടുക്കണം. അപ്പോൾ അതിനെ വീണ്ടും തിരിച്ച് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലേക്കും ആരോഗ്യ പ്രവർത്തകരിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ നടത്തുമ്പോൾ പോലും ഇതിലെങ്ങും പെടാത്ത, ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത, ഒരു പക്ഷേ ഇത്തരം പരിപാടികൾ പോലും ടെലിവിഷനിൽ പോലും ശ്രദ്ധിക്കാത്ത ഒരുപാട് ശതമാനം ജനങ്ങളുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തണം. നമ്മളിപ്പോൾ ഈ ഡെങ്കിപ്പനി പടർന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചിരട്ടയിലെ വെള്ളം കമിഴ്ത്തി കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണങ്ങളുണ്ടായി. ഇപ്പോൾ അത് കാണാറില്ല. പക്ഷെ അതിന് അക്കാലത്തൊരു ഫലമുണ്ടായിരുന്നു. ജനങ്ങൾക്കെല്ലാം ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ചകളിലല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളെയും സ്വാധീനിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശകലം പിന്നോട്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എന്താണ് ചോദ്യം? തീർച്ചയായും ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദിച്ചതിനുള്ള ഉത്തരം താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കുകയാണല്ലോ. കോവിഡ് നമുക്ക് പരിചിതമല്ലാത്ത രോഗമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ബോധവൽക്കരണം ഏറ്റവും താഴെത്തട്ട് വരെ എത്തിക്കാനായതാണ് കോവിഡിൽ നമുക്ക് നേട്ടമുണ്ടാക്കിയത്. നിപ്പയായാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും മുൻകരുതലുകളും എടുക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ നേരിടാൻ സാധിച്ചത്. പക്ഷേ ഈ കാര്യത്തിൽ അത്ര ഊർജിതമാണോ എന്ന ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അപ്പോൾ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ഉൾപ്പെടെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മറ്റും ചുമതല നൽകിക്കൊണ്ട് കിണറുകളും ജലാശയങ്ങളും ഒക്കെ ശുചീകരിക്കുന്നുണ്ട്. പക്ഷേ മതിയായ നിലയിൽ അത് നടക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഇതിപ്പോൾ ജലസ്രോതസ്സുകളിൽ അമീബയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് എല്ലാ തരത്തിലുമുള്ള ജലസ്രോതസ്സുകളിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളുടെ വീടുകളിൽ കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം പോലും ഈ രീതിയിൽ ശുദ്ധമല്ല. അതിൽ പോലും ഇതിൻ്റെ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന കേസുകളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് വലിയ ആശങ്കയാണല്ലോ. ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആരോഗ്യ പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? കാരണം തേടി വലിയ റിസർച്ച് ഒന്നും ആവശ്യമില്ല. മാലിന്യം വലിച്ചെറിയൽ തന്നെ. കഴിഞ്ഞ 20-30 വർഷങ്ങൾക്ക് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം വൃത്തികെട്ട രോഗങ്ങൾക്ക് ഒറ്റ കാരണം പരിസര ശുചിത്വം ഇല്ലായ്മയാണ്. കുളങ്ങളിലും പുഴകളിലും അറവ് മാലിന്യങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ, സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഇതൊക്കെ തള്ളുന്നതിൻ്റെ വില തിരിച്ചു കിട്ടുന്നു എന്ന് കരുതിയാൽ മതി. എലിപ്പനി, കൊതുക് പരത്തുന്ന ഡെങ്കി ഫീവർ പോലെയുള്ള രോഗങ്ങൾ, തെരുവു നായ്ക്കൾ ഇതൊക്കെ വൃത്തികേടിൻ്റെ സൂചകങ്ങളാണ്. സമൂഹത്തിൻ്റെ ആകെ ബാധ്യതയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത്. ഡോക്ടറുടെ തലയിൽ വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പക്ഷേ ഈ പോസ്റ്റിൽ അദ്ദേഹം തമിഴ്നാടിനെയും കർണാടകയെയും ശുചിത്വ കാര്യത്തിൽ കേരളവുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള സൈബർ
അറ്റാക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കുന്നുമുണ്ട്. അതിലെ വസ്തുത മാറ്റിവെച്ചാൽ ഈ പരിസരം ഈ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നത്, അതിലൂടെ ജലാശയം മലിനീകരിക്കപ്പെടുന്നത് തന്നെയാണോ ഇതിൻ്റെ പ്രധാന കാരണം? ആ നിലയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ?